ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു കോട്ടുണ്ട്. അത് പറഞ്ഞിട്ടുള്ളത് മറ്റാരുമല്ല, സർ അലക്സ് ഫെർഗസനാണ്. ഫുട്ബോൾ ബ്ലഡി ഹെൽ എന്നുള്ളത്. അത് സ്പേഴ്സിൻ്റെ മാനേജറായിട്ടുള്ള ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു പറയുകയാണെങ്കിൽ ഇപ്രകാരമായിരിക്കും അദ്ദേഹം പറയാം: ഫുട്ബോൾ ബ്ലഡി ഹെൽ മെയ്റ്റ്. എന്താല്ലേ, ആഞ്ചെ പോസ്റ്റെക്കോഗ്ലുവിൻ്റെ നേതൃത്വത്തിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ യൂറോപ്പ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയുള്ളത്. അങ്ങനെ അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോവാണ് സ്പേഴ്സ്. അവർ ലീഗിൽ 17ാം സ്ഥാനത്താണ് ഇരിക്കുന്നുള്ള കാര്യം ഓർക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 16ാം സ്ഥാനത്താണ്. ആ രീതിയിൽ 16ാം സ്ഥാനക്കാരും 17ാം സ്ഥാനക്കാരും തമ്മിൽ യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ ഏറ്റുമുട്ടുന്ന ഒടുവിൽ സ്പേഴ്സ് വിജയിച്ചായിരുന്നു. മത്സരം നടന്നത് സാൻ മാമസിലാണ്, ക്ലബ് അത്ലറ്റിക്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. 1-0 എന്നുള്ള സ്കോർ ലൈനാണ് ആഞ്ചിയുടെ സ്പേഴ്സ് അമോരമിൻ്റെ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീമിയർ ലീഗ് തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും മോശം സീസൺ. 1974 അവർ റെലഗേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷമുള്ള അവരുടെ ഏറ്റവും മോശം സീസൺ. 16ാം സ്ഥാനത്താണ് അവർ ലീഗിലിരിക്കുന്നത്. ഒപ്പം ഈ യൂറോപ്പ ലീഗ് ഫൈനലിൽ പരാജയപ്പെടുന്നു. ഒരു ഡിഗ്നിറ്റി സേവ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു, അത് അവർക്ക് സാധിക്കുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു എന്ന് പറയുന്ന ആ മനുഷ്യനെക്കുറിച്ചും സ്പേഴ്സിൻ്റെ ഈ ഒരു വിജയത്തെക്കുറിച്ചിട്ടുമാണ്. അവർ സ്പേഴ്സിയാണ്, അവരെ കൊണ്ടൊന്നും നടക്കൂല, അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടൂല. എത്രത്തോളം അവർ പോകുന്നുള്ളത് നമുക്കറിയുന്നല്ലേ. സ്പേഴ്സ് അല്ലേ, ടോട്ടൻഹാം അല്ലേ, അത്രയൊക്കെ ഉള്ളൂ, കപ്പുണ്ട് അവരടിക്കുന്നത് എന്നീ രീതിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും സ്പേഴ്സിൻ്റെ ഫാൻസ്. ഇനി കേൾക്കണ്ട, സ്പേഴ്സ് കപ്പടിച്ചിരിക്കുകയാണ്. സ്പേഴ്സി ആയിട്ടില്ല, അവർ ജയിച്ചിരിക്കുകയാണ്. അതും യുണൈറ്റഡിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ, ഗ്രീക്ക് ഓസ്ട്രേലിയൻ. അവർക്ക് അതിനു മുമ്പ് ഒരുപാട് സീരിയൽ വിന്നേഴ്സ് അവിടെ വന്നിട്ടും നേടിക്കൊടുക്കാൻ പറ്റാത്ത ആ കിരീടം നേടിക്കൊടുത്തിരിക്കുക. ഇതിനിടയിൽ ഒരുപാട് കളിയാക്കലുകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ഡിസ്റെസ്പെക്റ്റ് അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു. അപ്പോൾ ആ ചങ്ങാനെ കുറിച്ച് തന്നെയാണ് കൂടുതൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ മത്സരത്തിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഇപ്രകാരമാണ്: ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു സിറ്റുവേഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തു. റുബൻ അമോറിം അഡാപ്റ്റ് ചെയ്തില്ല. റിജിഡായിട്ട് തൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് അഡാപ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. അതിന് തടയിടാൻ ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രാഗ്മാറ്റിക് ആകുന്നു, ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങുന്നു, പിന്നീട് ഒരു എക്സ്ട്രാ ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ട് 4 at the back എന്നുള്ളത് 5 at the back ആക്കുന്നു. ആ രീതിയിൽ സിറ്റുവേഷനെ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് ചെയ്യാനും ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് സ്പേഴ്സ് ഈ മത്സരം വിജയിച്ച് കയറിയുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ആഞ്ചയെക്കുറിച്ച് കുറേ സംസാരിക്കാനുണ്ട്. സൗത്ത് മെൽബൺ FC അവിടെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ തുടങ്ങിയിരുന്നത് തൻ്റെ ഫുട്ബോൾ കരിയർ, പ്ലെയറായിട്ടും മാനേജറായിട്ടും. അവരുടെ ഒരു വീഡിയോ ട്വിറ്ററിൽ കിടക്കുന്നുണ്ട്, ഒരു ട്രിബ്യൂട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ആഞ്ചയ്ക്ക് വേണ്ടിയിട്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലാകും. ഭയങ്കര രസമാണ് ആ വീഡിയോ. 3 മിനിറ്റ് ആകാനുള്ളൊരു വീഡിയോ ആണ്, അത് കണ്ടു നോക്കൂ, ഭയങ്കര രസമാണ്. അപ്പോൾ ആഞ്ചയെക്കുറിച്ച് എന്താ പറയുക, എവിടെന്നാ പറയുക, എങ്ങനെയാണ് പറയുക, എവിടെന്നാ തുടങ്ങേണ്ടതെന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 5ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ ഗ്രീസിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പൊളിയുന്നു. അവിടെ ഡിക്റ്റേറ്റർഷിപ്പാണ്, മിലിറ്ററി ജുൻറ്റ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഗ്രീസിൽ നിന്നും പലായനം നടത്തുകയാണ്, ഇങ്ങോട്ടേക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, റെഫ്യൂജി ആയിട്ട് പോവുകയാണ്. ഒരു ബോട്ടിൽ അങ്ങനെ പോകുന്നു. അങ്ങനെ 5ാമത്തെ വയസ്സിൽ ഓസ്ട്രേലിയയിലാണ് വന്നിറങ്ങുന്നത്. ആ ഒരു സമയത്ത് ഓസ്ട്രേലിയ ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ വെൽക്കം ചെയ്യുന്നൊരു കൺട്രി ആയിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നുള്ള റെഫ്യൂജികളെ അവർ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ പോപ്പുലേഷൻ കൂട്ടാനും ആ രീതിയിൽ അവർ ഓക്കെ ആയിരുന്നു. മാത്രമല്ല നേരത്തെ തന്നെ അവിടെ ഒരു ഗ്രീക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലേക്കാണ് ആഞ്ചെ പോസ്റ്റെക്കോഗ്ലു എന്ന് പറയുന്ന 5 വയസ്സുകാരൻ തൻ്റെ ഫാമിലിയുടെ കൂടെ പോകുന്നത്. അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹീറോ. ദിമിത്രിസിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനാണ് ഈ ഫുട്ബോളിലേക്ക്, കാൽപന്ത് കളിയിലേക്ക് ആഞ്ചെ പോസ്റ്റെക്കോഗ്ലുവിനെ നയിക്കുന്നത്. അപ്പോൾ ഈ ദിമിത്രിസ്, ആഞ്ചയുടെ അച്ഛൻ, പിന്നെ ചൂസ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മെൽബണാണ്. മെൽബണിൽ ഓൾറെഡി ഗ്രീക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്. മാത്രമല്ല അവർ ഓൾറെഡി അവിടെ ഒരു ഫുട്ബോൾ ക്ലബ്ബും കാര്യങ്ങളൊക്കെ പിന്നെ
ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1950-കളിലാണ് അത് സംഭവിച്ചത്. അതാണ് സൗത്ത് മെൽബൺ ഹെലാസ് എന്ന് പറയുന്ന ക്ലബ്ബ്. അത് പിന്നീട് സൗത്ത് മെൽബൺ FC ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഗ്രീക്ക് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ ക്ലബ്ബ് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ബോണ്ടിങ് വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഞായറാഴ്ചകളിൽ അവരെല്ലാവരും കൂടും, എല്ലാവരും സൊറ പറയും. ആ രീതിയിൽ വലിയ രീതിയിൽ കമ്മ്യൂണിറ്റി ബോണ്ടിങ് നടക്കുന്ന ഒരിടമാണ്. ആൻജയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് ബുള്ളിയും കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ആൾ ഒരു ഗ്രീക്ക് വംശജനാണല്ലോ, അങ്ങോട്ടേക്ക് വന്നതാണല്ലോ, കുടിയേറിപ്പാർത്തുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ 70-കളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ദിമിത്രിസ് എന്താണ് ഒരു കാൽപന്ത് പ്രേമിയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെയും ആ രീതിയിൽ ഫുട്ബോളിലേക്ക് അടുപ്പിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ സൗത്ത് മെൽബൺ ഹെലാസിൽ ചെങ്ങായി 9ാമത്തെ വയസ്സിൽ ആൻജയെ കൊണ്ട് ചേർക്കുന്നുണ്ട്. അങ്ങനെ ആൻജെ അവിടെ നിന്ന് ഫുട്ബോളിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നു. പക്ഷേ അദ്ദേഹം സംബന്ധിച്ചോളം ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ താല്പര്യം നമ്മുടെ പന്തളിനോടായിരുന്നില്ല. അവിടെ ഓസ്ട്രേലിയൻ ഫുട്ബോളുണ്ട്, ഈ റഗ്ബി പോലത്തെ സംഭവമാണല്ലോ. അപ്പോൾ അതിനോടായിരുന്നു തുടക്കത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒബ്വിയസ്ലി ഈ പന്തളിനോട് പ്രണയം കൂടുകയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ കളിച്ച് വളരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ സൗത്ത് മെൽബണിൽ അദ്ദേഹം പിന്നീട് സീനിയർ ഡെബ്യൂയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പ്ലെയർ എന്ന രീതിയിൽ ഒരു ഡിഫൻഡറായിരുന്നു, ഒരു ക്യാരക്ടറുള്ളൊരു പ്ലെയറായിരുന്നു, ഒരു പേഴ്സണാലിറ്റി ഉള്ള പ്ലെയറായിരുന്നു. അങ്ങനെ അവർ ഈ സൗത്ത് മെൽബൺ ഹെലാസ് ആ ഒരു അവസരത്തിൽ ലീഗ് ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുന്നു. 2 തവണ അതൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. ആൾ അവിടെ 27 ഗോളുകൾ ഒരു ഡിഫൻഡർ എന്ന രീതിയിൽ തന്നെ അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നമ്മുടെ ഈ പന്തളി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പോപ്പുലർ ഒന്നും ആയിരുന്നില്ല. ഇപ്പോഴും വലിയ പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു സ്പോർട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു. അങ്ങനെ 27ാമത്തെ വയസ്സിൽ ചെങ്ങായിനെ സംബന്ധിച്ചോളം നീ ഇഞ്ചുറി സംഭവിക്കുകയാണ്. അതിൽ നിന്ന് പിന്നെ ഒരു മുക്തി നേടാൻ അദ്ദേഹം സാധിക്കുന്നില്ല. അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് റിട്ടയർ ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്നു. പക്ഷെ അവിടെയും ആൾ ഗിവ് അപ്പ് ചെയ്യാൻ തയ്യാറല്ല. ആൾ സൗത്ത് മെൽബൺ FCയുടെ ആ ഒരു ഡഗൗട്ടിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്തു തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ ചെങ്ങായിനെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. സൗത്ത് മെൽബൺ FC മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു അവസരത്തിൽ വളരെ യങ്ങായിരുന്നു ചെങ്ങായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ രീതിയിൽ മാനേജറാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലെയേഴ്സിന് അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, പേഴ്സണാലിറ്റിയുള്ള ഒരാളാണ്. അത് അദ്ദേഹം തുടക്കകാലത്ത് തന്നെ കാണിച്ചില്ല. പിന്നെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തുടക്കം മുതൽ പോരാട്ടമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, മാനേജറായതിനു ശേഷം ആൾ സൗത്ത് മെൽബൺ FCക്ക് ടൈറ്റിലുകളും കാര്യങ്ങളും സ്വന്തമാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ബാക്ക് ടു ബാക്ക് ടൈറ്റിലുകളാണ് സൗത്ത് മെൽബൺ FCക്ക് ഈ ചങ്ങായി നേടിക്കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ അവർ ഓഷ്യാന ക്ലബ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കുന്നു. ഇതോട് കൂടിയിട്ട് ആ 2000-ലെ ക്ലബ് വേൾഡ് കപ്പിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്, അന്ന് സർ അലക്സ് ഫെർഗസൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ആൻജെ പോസ്റ്റെകോഗ്ലുവിൻ്റെ സൗത്ത് മെൽബൺ FC കളിച്ചിട്ടുണ്ട്. 2-0 എന്നുള്ള സ്കോറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചു. പക്ഷേ അതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് ഇപ്പോൾ ആൻജെ പോസ്റ്റെകോഗ്ലുവിൻ്റെ സ്പേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് 2025-ൽ, 25 വർഷങ്ങൾക്ക് ശേഷം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓസ്ട്രേലിയൻ ഫെഡറേഷൻ അദ്ദേഹത്തിന് ആ ഒരു യൂത്ത് ടീമിനെ മാനേജ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അങ്ങനെ യൂത്ത് ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നു. Under-17, Under-20 ആ രീതിയിൽ അവിടെ അവരുടേതായിട്ടുള്ള ട്രോഫികളും കാര്യങ്ങളൊക്കെ ചങ്ങായി പിന്നെ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ക്വാളിഫിക്കേഷൻ്റെ രീതിയിൽ മാറ്റം സംഭവിക്കുന്നു. ഓഷ്യാന അതേപോലെ തന്നെ ആ രീതിയിൽ അവിടെ നിന്നും ഏഷ്യയിലേക്ക് ഓസ്ട്രേലിയ മാറ്റുന്നു. അപ്പോൾ Under-20 വേൾഡ് കപ്പിലേക്ക് ഈ ചങ്ങായിയുടെ കീഴിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ് TV-യിൽ. ക്രെയ്ഗ് ഫോസ്റ്റർ എന്ന് പറയുന്ന മുൻ ഓസ്ട്രേലിയൻ പ്ലെയർ കൂടിയാണ്, സോക്കറൂസിൻ്റെ പ്ലെയർ കൂടിയാണ്. പുള്ളിക്കാരനുമായിട്ടുള്ള ഒരു ഹീറ്റഡ് ഇൻ്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ അതിൽ ആൻജയോട് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആൻജെ പൊട്ടിത്തെറിച്ചു. ആൻജെ നല്ല രീതിയിൽ ഫെഡറേഷനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഫൈനാൻഷ്യൽ ബാക്കിങ് കാര്യമായിട്ട് വരാത്ത സാഹചര്യം, പുതിയ പ്ലേയേഴ്സിനെ എങ്ങനെ പിന്നെ കൊണ്ടുവരേണ്ടെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ധാരണയില്ല എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. ആ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നത് വലിയ രീതിയിൽ വൈറലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ക്രെയ്ഗ് ഫോസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഫോമർ പ്ലെയർ പ്ലസ് പ്രസൻറ്ററിനെ അപമാനിക്കുന്ന രീതിയിലൊരു സംഭവമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക്. കാരണം വെച്ചാൽ ആൻജെ തുറന്നടിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ള മനുഷ്യനാണ്. അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് പിന്നീട് അദ്ദേഹത്തിൻ്റെ സാക്കിന് വഴിയൊരുക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെ ഓസ്ട്രേലിയയിൽ നിന്നും ആ ഒരു ജോബിൽ നിന്നും സാക്ക് ചെയ്യുന്നു. ഒപ്പം A ലീഗ് ക്ലബ്ബുകളൊന്നും അദ്ദേഹത്തിലേക്ക് അടുക്കാണ്ടായി. കാരണം
എന്താണ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പശ്ചാത്തലമുണ്ട്. മാത്രമല്ല അത്ര നല്ല പേരല്ല ആ ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ എ ലീഗ് ക്ലബ്ബുകൾ തയ്യാറായില്ല. അപ്പോൾ അതോട് കൂടിയിട്ട് എന്താണ് കരിയർ ഇനി എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നു. പക്ഷേ അഗെയിൻ ഗിവ് അപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളല്ല ആഞ്ചി പോസ്റ്റക്കോഗ്ലു. ആൾ നേരെ ഗ്രീസിലേക്ക് പോകുന്നു. ഗ്രീസിൽ അവിടുത്തെ 3rd ഡിവിഷനിൽ ഒരു ക്ലബിനെ മാനേജ് ചെയ്യുന്നു. അധികമൊന്നും ഉണ്ടായിട്ടില്ല, ലെസ് ദാൻ എ ഇയർ അവിടെ പുള്ളിക്കാരൻ മാനേജ്. പിന്നെ തിരിച്ച് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് തന്നെ വരികയാണ്. ഓസ്ട്രേലിയയിൽ മറ്റൊരു ചെറിയ ക്ലബിനെ മാനേജ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവിടെയും അധികം നാൾ നിന്നിട്ടില്ല. അപ്പോഴേക്കും എന്താണ് ബ്രിസ്ബൻ റോയൽസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു ഗ്യാമ്പിൾ എടുക്കാൻ തീരുമാനിക്കുകയാണ് 2009. അപ്പോൾ ആ ഗ്യാമ്പിൾ പിന്നീട് അദ്ദേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ഫുട്ബോളിൻ്റെയും ചിത്രം മാറ്റുന്ന തരത്തിലൊരു ഗ്യാമ്പിളായിട്ട് മാറി. കാരണം വെച്ചാൽ ആളവിടേക്ക് പോകുന്നു, ഉടനെ തന്നെ അതേമാതിരിയുള്ള തീരുമാനങ്ങൾ, വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നൊരു മനുഷ്യനാണ്. ആളവിടെയുള്ള കുറേ സീനിയർ പ്ലേയേഴ്സിനെ എടുത്തു കളയുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് അദ്ദേഹത്തിനവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഈ പ്ലേയേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ നടപടി ആവില്ല എന്നുള്ളത്. അങ്ങനെ ആ രീതിയിൽ അവിടെ ഒരു റീബിൽഡിങ് പരിപാടിയാണ്. സീനിയർ പ്ലേയേഴ്സിനെ, ആ സീനിയർ പ്ലേയേഴ്സിൽ തന്നെ അദ്ദേഹം പിന്നെ ക്രെയ്ഗ് മൂറിനെ പോലും മാറ്റിയിരുന്നു. ഈ ക്രെയ്ഗ് മൂർ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് 2006 വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ചങ്ങായാണ്. പുള്ളിക്കാരനെ വരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ യങ് പ്ലേയേഴ്സിനെയും കുറച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബാഴ്സലോണയൊക്കെ കളിക്കുന്ന രീതിയിലുള്ള ഫുട്ബോളായിരുന്നു. പെപ് ഗാർഡിയോളയുടെ ബാഴ്സലോണയുടെ ആ ഒരു ഫുട്ബോൾ അവിടെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അവർ അങ്ങോട്ട് ട്രോഫികൾ അടിച്ചു കൂട്ടുന്നു. 36 മത്സരങ്ങൾ അൺബീറ്റൻ ആകുന്നു. റോർസലോണ എന്ന രീതിയിലേക്കാണ് ആ ഒരു അവസരത്തിൽ ബ്രിസ്ബെയിൻ റോൾസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മാതിരി ഫുട്ബോളാണ്, വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ കളിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ബാക്ക് ടു ബാക്ക് ടൈറ്റിലുകളും കാര്യങ്ങളൊക്കെ റോർസലോണയിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയതിനു ശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നു. എന്നിട്ട് മെൽബൺ വിക്ടറിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. മെൽബൺ വിക്ടറിയിൽ അധികം കാലം നിന്നിട്ടില്ല, 2 സീസണൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഓസ്ട്രേലിയ ചങ്ങായുടെ ഈ വർക്ക് കണ്ടിട്ട് ഓസ്ട്രേലിയ മാനേജറാക്കാൻ തീരുമാനിക്കുകയാണ്. സീനിയർ ടീമിൻ്റെ മാനേജറാക്കാൻ തീരുമാനിക്കുകയാണ്. നേരത്തെ അണ്ടർ 20 മാനേജറായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തിരുന്നത്. പക്ഷേ സീനിയർ ടീമിൻ്റെ മാനേജറാക്കുകയാണ്. അതാണ് ആൻജെ ഉണ്ടല്ലോ, അദ്ദേഹം വഴിവെട്ടി വന്നിട്ടുള്ള രീതി അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ്. ആരെയും ഭയക്കാതെ, പ്രത്യേകിച്ച് ആരുടെയും ഒത്താശയൊന്നും ഇല്ലാതെ, ഒരു വാസ്തവയും പരിപാടിയൊന്നും ഇല്ലാതെ തന്നെയാണ് ആഞ്ചെ പോസ്റ്റക്കോഗ്ലു ഇന്ന് ഇപ്പോൾ യൂറോപ്യൻ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ആൾ ഓസ്ട്രേലിയയുടെ മാനേജറായിട്ട് നിയമിക്കുന്നു. 2014 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുന്നു. 2014 വേൾഡ് കപ്പിൽ ഗ്രൂപ്പിൽ തന്നെ പുറത്താകുന്നു. 3 മത്സരങ്ങൾ കളിക്കുന്നു. ചിലി, നെതർലാൻഡ്സ്, സ്പെയിനെതിരെ 3ലും പരാജയപ്പെടുന്നു. പക്ഷേ അവരുടെ പെർഫോമൻസ്, അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് നേച്ചറിനെ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വർഷം എന്താണ് AFC ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കുകയാണ്. അപ്പോൾ 2015 ഫൈനലിൽ അന്ന് ഓസ്ട്രേലിയ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് സൗത്ത് കൊറിയക്കെതിരെയാണ്. സൗത്ത് കൊറിയക്ക് വേണ്ടിയിട്ട് അന്ന് ഇഞ്ചുറി ടൈമിൽ ഈക്വലൈസർ അടിക്കുന്നത് ആരാണെന്നറിയോ? നമ്മുടെ സോണ്. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിൽ കിടന്നു. പക്ഷേ എക്സ്ട്രാ ടൈമിൽ ഓസ്ട്രേലിയ വിജയിക്കുകയാണ്. അങ്ങനെ ഓസ്ട്രേലിയയുടെ ആദ്യത്തെ AFC കിരീടം നേടിക്കൊടുക്കുന്നത് ഈ ചെങ്ങായിയാണ്, നമ്മുടെ ആഞ്ചെ പോസ്റ്റക്കോഗ്ലു. പുള്ളിക്കാരൻ അവിടെ കുറച്ച് വർഷങ്ങളുണ്ടായിരുന്നു. 2018 വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്ത ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ റിസൈൻ ചെയ്യുന്നു. 2017 തന്നെ റിസൈൻ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം നേരെ ജപ്പാനിലേക്കാണ്. ജപ്പാനിൽ യോക്കോഹാമ മരിനോസിൻ്റെ മാനേജറായിട്ട് മാറുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ളൊരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അവിടെ ഫസ്റ്റ് സീസണിൽ അവർ പിന്നെ ഒരു കപ്പ് ഫൈനൽ പരാജയപ്പെടുന്നത് പോലെ 12ാമതൊക്കെയാണ് ഫിനിഷ് ചെയ്തിരുന്നത്. പക്ഷേ സെക്കൻഡ് സീസണിൽ അവരുടെ ഒരു 1.5 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിന് വിരാമം സംഭവിക്കുന്ന അവർ ജെ ലീഗ് കിരീടം സ്വന്തമാക്കുന്നു. അങ്ങനെ ഈ ഒരു അവസരത്തിൽ ഒബ്വിയസ്ലി യൂറോപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഒബ്വിയസ്ലി ഈ ക്ലബിന് യൂറോപ്പുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ സെൽറ്റിക്ക് ഒരു ഗ്യാമ്പിൾ എടുക്കാൻ തീരുമാനിക്കുകയാണ് ആ അവസരത്തിൽ. സെൽറ്റിക്ക് സംബന്ധിച്ചോളം ബദ്ധവരികാല റേഞ്ചേഴ്സിനെതിരെ ടൈറ്റിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അവർക്ക് ആ ടൈറ്റിൽ തിരിച്ചു പിടിക്കണം. അതിനവർ കൊണ്ടുവരുന്നത് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ആഞ്ചെ പോസ്റ്റക്കോഗ്ലുവിനെയാണ്. അപ്പോൾ അത് ആ ഒരു അവസരത്തിൽ കുറേ ചോദ്യചിഹ്നങ്ങൾ ബാക്കി നിർത്തിയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു. നമ്മൾ ടൈറ്റിൽ തിരിച്ചു പിടിക്കാൻ കൊണ്ടുവരുന്നത് ഈ ചെങ്ങാനെയാണോ എന്നുള്ളതാണ്. റിലേറ്റീവ്ലി അൺനോൺ ആയിരുന്നു ആഞ്ചെ പോസ്റ്റക്കോഗ്ലു ആ ഒരു അവസരത്തിൽ യൂറോപ്പിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക്
നമ്മൾ ഒന്ന് ശരിക്കൊന്ന് ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലുള്ള വളർച്ചയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് യൂറോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, സെൽറ്റിക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹം എന്താണ് ബ്രിസ്ബെയിൻ റോഡ്സിലൊക്കെ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഫുട്ബോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? സെൽറ്റിക്കിൽ സാധിക്കും എന്നുള്ളതാണ്. സാധിച്ചു എന്ന് മാത്രമല്ല, ചങ്ങായി ബാക്ക് ടു ബാക്ക് ടൈറ്റിലുകൾ സ്വന്തമാക്കി കൊടുക്കുന്നു, അതിൽ തന്നെ ഡൊമസ്റ്റിക് ട്രബിൾ സ്വന്തമാക്കി കൊടുക്കുന്നു. അങ്ങനെ സ്പേഴ്സിൻ്റെ ശ്രദ്ധ മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാണ്. അങ്ങനെയാണ് പിന്നെ 2023 സെൽറ്റിക്കിൽ 2 വർഷം നിന്നതിന് ശേഷം ആൾ സ്പേഴ്സിലേക്ക് വരുന്നത്. സ്പേഴ്സിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓസ്ട്രേലിയൻ ആക്സെൻറ്റ് അതൊക്കെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നു. മെയ്റ്റ് എന്ന് അദ്ദേഹം യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. പക്ഷേ തുടക്കം ഗംഭീരമായിരുന്നു. അവർ ടൈറ്റിൽ റേസിലൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നീട് എന്താണ്, അവർ സീസൺ ഫിനിഷ് ചെയ്ത് 5th ആണ്. സെക്കൻഡ് സീസണിൽ, അതായത് ഈ സീസണിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലായിരുന്നില്ല പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പരാജയങ്ങളിങ്ങനെ ഏറ്റുവാങ്ങുന്നു പ്രീമിയർ ലീഗിലൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മെയ്റ്റ്, നിങ്ങളിതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞ എന്താണ്, സാധാരണ എൻ്റെ സെക്കൻഡ് സീസണിൽ കപ്പടിക്കാറുണ്ടല്ലോ, ഞാനത് തിരുത്തുകയാണ്. ഞാൻ എപ്പോഴും സെക്കൻഡ് സീസണിൽ കപ്പടിക്കാറുണ്ട്. അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് പറഞ്ഞതിന് ശേഷം അവർ ഓരോ കപ്പിൽ നിന്നും പുറത്താകുമ്പോൾ ഇതൊരു ട്രോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ മീഡിയ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? പറഞ്ഞത് ചെയ്ത ശീലമുള്ളത് അതാണ്. ആൻജെ വന്ന വഴി അങ്ങനെയാണ്. ആൻജെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കും, അത് ചെയ്തിരിക്കുകയാണ്. കപ്പ് അടിക്കും എന്ന് പറഞ്ഞാൽ കപ്പ് അടിച്ചിരിക്കും. ആളൊരു വിന്നറാ. വിന്നർ പറഞ്ഞതാ. അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും സെക്കൻഡ് സീസണിൽ കപ്പ് അടിച്ചിട്ടുണ്ട്. സൗത്ത് മെൽബണിൽ സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം ബ്രിസ്ബെയിൻ റോഡിൽ സംഭവിച്ചിട്ടുണ്ട്, സോക്കറൂസിൻ്റെ മാനേജറായിരിക്കും സംഭവിച്ചിട്ടുണ്ട്, ജപ്പാനിൽ സംഭവിച്ചിട്ടുണ്ട്, സ്കോട്ട്ലൻഡിൽ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇംഗ്ലണ്ടിലും സംഭവിച്ചിരിക്കുകയാണ്. പറഞ്ഞത് ചെയ്ത ശീലം. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ തന്നെ പോരാടി വന്നിട്ടുള്ള ആളുകളെ ഒന്നും അങ്ങനെ വെല്ലുവിളിക്കേണ്ട. അവരൊക്കെ വല്ലാത്ത രീതിയിൽ ഇച്ഛാശക്തി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞ പോലെ ചെയ്തിരിക്കും. ആൻജെ പോസ്റ്റകോഗ്ലു സുന്ദരമായിട്ടുള്ള കഥ രചിച്ചിരിക്കുകയാണ് ഫുട്ബോളിൽ. യൂറോപ്പിലെ കൊലകൊമ്പന്മാർ സ്പേഴ്സിൽ വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഗ്രീക്ക് വംശജൻ വരേണ്ടി വന്നു, ഒരു ഗ്രീക്ക് റെഫ്യൂജി വരേണ്ടി വന്നു സ്പേഴ്സിൻ്റെ ആ ഒരു ട്രോഫി വരൾച്ച കണ്ട് അവസാനിപ്പിക്കാൻ. ആൻജെ ചെയ്തിട്ടുള്ളത് ചെറിയ പരിപാടികളൊന്നുമല്ല, മാസ് പരിപാടി തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേറെ ചോദ്യം ചോദിക്കാൻ പറ്റും, പുള്ളി വേറെയും ക്ലബ്ബുകളെ മാനേജ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ ട്രോഫികൾ അടിച്ചിട്ടില്ലോ എന്നുള്ളത്. അവിടെ നിന്നും അദ്ദേഹം സെക്കൻഡ് സീസൺ പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അവിടെ നിന്ന് 1 വർഷം കൊണ്ട് തന്നെ പടിയിറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സെക്കൻഡ് സീസൺ ഫിനിഷ് ചെയ്യാതെ പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സെക്കൻഡ് സീസൺ ഫിനിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ അദ്ദേഹം കിരീടം നേടാത്ത ചരിത്രമില്ല. സ്പേഴ്സിൽ ഒരുപാട് സീരിയൽ വിന്നർമാർ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ ആൻജെ പോസ്റ്റകോഗ്ലു ചെയ്തിരിക്കുന്നത്. കാരണം ആൻജെ പോസ്റ്റകോഗ്ലും ഒരു സീരിയൽ വിന്നറാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ആ ലേബൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ആളൊരു സീരിയൽ വിന്നറായിരുന്നു. ആദ്യമായിട്ട് ഒരു ഓസ്ട്രേലിയക്കാരൻ എന്താണ് ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഗ്രീക്ക് വംശജനാണ് ചങ്ങായി. എന്നാലും ഉണ്ടല്ലോ, ഒരു യൂറോപ്യൻ അല്ലാത്ത, ഒരു അർജന്റീനക്കാരനല്ലാത്ത ഒരു മാനേജർ ആദ്യമായിട്ടാണ് യൂറോപ്യൻ ടൈറ്റിൽ സ്വന്തമാക്കുന്നത്. ചരിത്രമാണിതൊക്കെ. ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആൻജെ പോസ്റ്റകോഗ്ലു. ആ രീതിയിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2008 ലീഗ് കപ്പ് സ്വന്തമാക്കിയതിന് ശേഷം മറ്റൊരു കിരീടത്തിൽ മൊത്തമിട്ടിരിക്കുകയാണ് സ്പേഴ്സ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഒരു സ്പേഴ്സ് ഫാൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം, പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഹാപ്പി ഉണ്ടാവുമായിരിക്കും. കാരണം എന്ത് ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. വേറെയും സ്പേഴ്സ് ആരാധകർ എനിക്കറിയാം. പക്ഷേ എപ്പോഴും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുള്ള സ്പേഴ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യൂ, എന്താ സ്പേഴ്സിൻ്റെ വീഡിയോ ചെയ്യാത്തെന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് ഒരു ചങ്ങായി. അപ്പോൾ ആ ചങ്ങായിനോട് പറയുകയാണ് ഞാൻ, നിങ്ങൾ എൻജോയ് ചെയ്യും. പിന്നെന്താ, ഈ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനൽ എന്ന രീതിയിൽ ഒരു വളരെ എന്താ പറയുക അണ്ടർവെൽമിങ് ആയിട്ടുള്ളൊരു ഫൈനലായിരുന്നു. ക്വാളിറ്റി വൈസ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം 16ാം സ്ഥാനത്തും 17ാം സ്ഥാനത്ത് ഇരിക്കുന്നത് തമ്മിലൊരു ഫൈനലായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കും ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അത്ര പ്രതീക്ഷിച്ചാൽ മതി. അത് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ വളരെ സേഫായിട്ട് കളിക്കാൻ ശ്രമിച്ച 2 ടീമുകൾ നമ്മൾ കാണുന്നു. കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലാണ് സ്പേഴ്സ് ഗോൾ അടിക്കുന്നത്. ആ ഗോൾ വന്നത് പാപ്പ മാറ്റസറിൻ്റെ ആ ഒരു ക്രോസിൽ നിന്നാണ്. അപ്പോൾ അതിൽ തന്നെ എന്താണ് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീരെ പ്രസ് ചെയ്യാത്ത സംഭവങ്ങളൊക്കെ ആ ഗോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
പാപ്പമാറ്റ സാർ ബോൾ ക്യാരി ചെയ്തിട്ട് ആ ഒരു ലെഫ്റ്റ് ചാനലിലേക്ക് നീങ്ങുമ്പോൾ ആരും അദ്ദേഹത്തെ പ്രസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പാപ്പമാറ്റ സാറിനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ധാരണ ഇല്ലാതിരിക്കുക. അങ്ങനെ ആൾ റിച്ചാർലിസിന് കൊടുക്കുകയാണ്. റിച്ചാർലിസനാണ് ആ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ലെഫ്റ്റ് വിങ്ങർ ആയിട്ട്. സോണ് അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ റിച്ചാർലിസൺ എന്നിട്ടൊരു നല്ലൊരു ബോൾ റോജർ ബെൻറ്റക്കൂർ ആ ഒരു ബോക്സിലേക്ക് മിഡ്ഫീൽഡിൽ നിന്നും റൺ നടത്തിയിട്ടാണ് ആദ്യത്തെ പിക്ക് ചെയ്യുന്നത്. പക്ഷേ അഗെയിൻ റോജർ ബെൻറ്റക്കൂറിന് എന്താണ് കൃത്യമായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അത് വീണ്ടും പാപ്പമാറ്റ സാറിന് കൊടുക്കുന്നു. മാറ്റ സാർ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അവിടെയാണ് ബ്രെന്നൻ ജോൺസൻ്റെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് റൺ നമ്മൾ കാണുന്നത്. വില്ലിംഗ് റണ്ണറാണ്, ബോക്സിൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് യുണൈറ്റഡ് ഡിഫൻസിന് പ്രശ്നം സൃഷ്ടിക്കുന്നു. ലൂക്ക് ഷോ ഒക്കെ വളരെ മോശം രീതിയിലാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൂക്ക് ഷോ ഒക്കെ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെന്നൻ തന്നെ ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ. അവിടെ ബ്രെന്നൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് ആ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒബ്വിയസ്ലി അത് ലൂക്ക് ഷോയിൽ തട്ടിയിട്ടാണ് വലയിലേക്ക് പോകുന്നത്. അവനാനെ തട്ടി മാറ്റാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് വലയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു സ്ക്രാപ്പി ഗോൾ, ക്വാളിറ്റി ലോ ആയിരുന്ന ആ ഒരു ഫൈനലിന് അനുയോജ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു വിന്നിങ് ഗോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വിഷയമല്ല. ഗോൾ എങ്ങനെ വന്നു, കളി എങ്ങനെയായിരുന്നു, ഇതൊന്നും വിഷയമല്ല. ഫൈനൽ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ളതാണ്. അതെങ്ങനെ ജയിച്ചു എന്നുള്ളതൊന്നും നമ്മൾ പിൽക്കാലത്ത് നോക്കുമ്പോൾ ആരും അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ പോകുന്നില്ല. ആര് ജയിച്ചു എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ള സംഭവം. അത് സ്പേഴ്സ് ജയിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പേഴ്സ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കളി എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും വലിയ വിഷയമുള്ള സംഭവം. ആ വിന്നിംഗ് ഗോൾ അടിച്ച ബ്രെന്നൻ ജോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് സ്പേഴ്സിൻ്റെ ആരാധകരുടെ ചീത്തവിളി കൊണ്ട് തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് താൽക്കാലികമായിട്ട് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ചങ്ങായിക്ക്. പക്ഷേ ഇപ്പോൾ സ്പേഴ്സിൻ്റെ ടോപ്പ് സ്കോററാണ്, അവരുടെ ഒരു ലെജൻഡായിട്ട് മാറിയിരിക്കുകയാണ്, വിന്നിംഗ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഒരു യൂറോപ്യൻ കപ്പ് ഫൈനലിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെയാണ് നരേറ്റീവ് മാറുന്നത് എന്നുള്ളത്. ബ്രെന്നൻ ജോൺസൺ ഹാർഡ് വർക്ക് ചെയ്തു. അദ്ദേഹം ഭയങ്കരമായിട്ട് ആൻജയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അദ്ദേഹത്തിൽ ആ ഒരു ട്രസ്റ്റും കാര്യങ്ങളും കാഴ്ചവെച്ചതിൽ. പക്ഷെ എന്തായാലും എത്ര അബ്യൂസും കാര്യങ്ങളൊക്കെ നേരിട്ടെങ്കിലും അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ഹാർഡ് വർക്കറാണ്. ഒടുവിൽ സ്പേഴ്സിൻ്റെ ഒരു ലെജൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഒബ്വിയസ്ലി ലെജൻഡാണ്. ഇന്നലെ കളിച്ചവരെല്ലാവരും ലെജൻഡാണ് സ്പേഴ്സിൻ്റെ കണ്ണിൽ എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പിന്നീട് അവർ ഡിഫെൻഡ് ചെയ്തു. അതായത് ഈ അഞ്ച് പോസ്റ്റ് ഗോളിൻ്റെ ശൈലിയെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഏത് സിനാരിയോയിലും അറ്റാക്ക് ചെയ്യുക, ഹൈലൈന് കീപ്പ് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ഡിഫൻസിൽ ഭയങ്കരമായിട്ട് വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല. ഏത് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും അഡാപ്റ്റ് ചെയ്യുക, അതെങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ യൂറോപ്പ ലീഗിലുള്ള സ്പേഴ്സിൻ്റെ പ്രകടനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രാഗ്മാറ്റിക് ആകേണ്ട അവസരങ്ങളിൽ പ്രാഗ്മാറ്റിക് ആയിരുന്നു. അതാണ് പുള്ളിക്കാരൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ഫർട്ടിനെതിരെ, ഈവൻ ബോഡോ ഗ്ലിംറ്റിനെതിരെ ആ രീതിയിലുള്ള പ്രാഗ്മാറ്റിക് അപ്രോച്ചും കാണാൻ സാധിച്ചു. ഈ മത്സരത്തിൽ ആ ഗോൾ അടിച്ചതിന് ശേഷം പിന്നെ അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിൽ അവർക്ക് ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഒബ്വിയസ്ലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്ക് വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. സ്റ്റിൽ അത് ഡിഫെൻഡ് ചെയ്യണമല്ലോ. ആ രീതിയിൽ ബോഡി ഓൺ ദ ലൈൻ, കീപ്പർ നല്ല രീതിയിൽ സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നു. അവരുടെ ഡിഫൻഡർമാർ കുറ്റി റൊമേറോ ആണെങ്കിലും വാൻഡവൻ ആണെങ്കിലും ഫാന്റാസ്റ്റിക്കായി ഡിഫെൻഡ് ചെയ്യുന്നു. ഫുൾ ബാക്കിലായിട്ടുള്ള ഉഡോഗി ആണെങ്കിലും പോറോ ആണെങ്കിലും മനോഹരമായി ഡിഫെൻഡ് ചെയ്യുന്നു. ഈവൻ അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉഡോഗിയുടെ ആ റണ്ണുകളൊക്കെ നമുക്ക് പരിപാടിയൊക്കെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മിഡ്ഫീൽഡിൽ അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. മാഡിസൺ ഇല്ല, കുലസേവ്സ്കി ഇല്ല. പക്ഷേ പാപ്പമാറ്റസറും ബിസൂമയും റോജർ ബെൻറ്റക്കൂറും മിഡ്ഫീൽഡിൽ ഫാന്റാസ്റ്റിക്കായിട്ട് കളിക്കുന്നു. പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി അവർ കൊടുത്തുള്ള കോൺട്രിബ്യൂഷൻ, അവരുടെ ഇൻ്റർസെപ്ഷൻ എല്ലാം ഗ്രേറ്റ് ആയിരുന്നു. എനർജി, ബിസൂമ ഇറാറ്റിക് ആകുന്ന ബിസൂമയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാപ്പമാറ്റസാറിന് ഇറാറ്റിക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ എറേഴ്സ് ഇല്ല. അവർ ആ എറേഴ്സ് എല്ലാം ഒഴിവാക്കുന്നു. അവർ ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്നു. പിന്നെ അവരുടെ വിങ്ങർമാർ, ഇപ്പോൾ റിച്ചാർലിസനാണെങ്കിലും ബ്രെന്നൻ ജോൺസനാണെങ്കിലും എത്രയാണ് ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. റിച്ചാർലിസനൊക്കെ എത്ര ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടെന്നുകൾ വൈഡായിട്ട് പോകുമ്പോൾ അതിപ്പോൾ അമാദാണെങ്കിലും ഇപ്പുറത്തിപ്പോൾ മൗണ്ട് ആണെങ്കിലും ഡെവലപ്പ് ചെയ്യാണ്, ഡിഫൻസിന് സപ്പോർട്ട് കൊടുക്കുകയാണ് വിങ്ങർമാർ. ആ രീതിയിൽ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. റിച്ചാർലിസനൊക്കെ ഫാന്റാസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രെന്നൻ ജോൺസൻ്റെ വർക്ക് റേറ്റ്, സോളങ്കി അദ്ദേഹത്തിൻ്റെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ മൊത്തത്തിൽ ആസ് എ ടീം സ്പേഴ്സ് മനോഹരമായിട്ട് സെക്കൻഡ് ഹാഫിൽ ഡിഫെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു. ആകെ 3 അറ്റംപ്റ്റുകളാണ് സ്പേഴ്സ് നടത്തിയിട്ടുള്ളത്. വെറും 27% പൊസഷൻ മാത്രമാണ് സ്പേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. 2009-10 ശേഷം ഒരു മേജർ യൂറോപ്യൻ ഫൈനലിൽ ഈ രീതിയിൽ സ്റ്റാറ്റ്സുകൾ സംഭവിച്ചില്ല എന്നുള്ള കാര്യമാണ്. വെറും 115 പാസുകളാണ് സ്പേഴ്സ് നടത്തിയിട്ടുള്ളത്. വെറും 115 പാസുകൾ, 27% പൊസഷൻ, 3 അറ്റംപ്റ്റുകൾ. അതിൽ ഒരെണ്ണം മാത്രം ടാർഗറ്റിൽ, അത് മാത്രമായിരുന്നു ഗോള്. അത് മതിയായിരുന്നു ജയിക്കാൻ. അങ്ങനെ സ്പേഴ്സ് വിജയിച്ചിരിക്കുന്നു. മാച്ച് വേണ്ടി സെക്കൻഡ് ഹാഫിൽ
കുറേ അറ്റംപ്റ്റുകൾ അതിന് 16 അറ്റംപ്റ്റുകൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്നു. 5 ടാർഗറ്റിലേക്ക്, 5-6 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. പക്ഷേ എന്താണ്, 1-2 മൊമെൻറ്റുകളിൽ മാത്രമാണ് അവർക്ക് കാര്യമായിട്ട് സ്പേഴ്സിന് ത്രെട്ടൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ക്രോസ് ആൻഡ് ഇൻഷാ അല്ലാ എന്നുള്ള രീതിയിൽ കുറേ എന്തൊക്കെയോ സംഭവിക്കുന്നു. പക്ഷേ അവിടെ സ്ട്രൈക്കർ ഹോയിലൻഡിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് വാസ് വെരി ബാഡ്. അതേപോലെ തന്നെ റുബൻ അമോരിമിൻ്റെ സിസ്റ്റം, അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ള 11 അതൊക്കെ ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക കുറച്ച് ഫേർദർ ഓഫ് ദ പിച്ചാണ്. അദ്ദേഹത്തെ ആ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹം ആ മിഡ്ഫീൽഡ് തന്നെ കളിക്കുന്നു, ആ ഡബിൾ പിവോട്ടിൽ തന്നെ കളിക്കുന്നു. അതിൻ്റെ പൊസിഷൻ മാറ്റുന്നേണ്ടായിരുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസ് വളരെ ഇറാറ്റിക് ആയിരുന്നു. അതിൻ്റെ പാസിങ് വളരെ ആവറേജ് ആയിരുന്നു. ഈ ഒരു മത്സരത്തിൽ കുറേ മിസ്പ്ലേസ്ഡ് പാസുകൾ മൊത്തത്തിൽ യുണൈറ്റഡ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ബേസിക് ആയിട്ടുള്ള പാസിങ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പിന്നെ എന്താണ് ഈവൻ ഒരു ഗോൾ ചേസ് ചെയ്യുമ്പോൾ പോലും മസറാവുവിനെ ആ ഒരു റൈറ്റ് വിങ് ബാക്ക് റോളിൽ നിന്ന് മാറ്റിയിട്ട് ഒരു അറ്റാക്കിംഗ് പ്ലെയർ, ഒരു വിങ്ങറിനെ കളിപ്പിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഫോർമേഷൻ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ആ റിജിഡ് സിസ്റ്റത്തിൽ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷേ അത് വർക്കാകുന്നില്ല. മസറാവിനെ പിൻവലിച്ചിട്ട് ഡാലോനാണ് കൊണ്ടുവരുന്നത്. അതിന് പകരം അമാദിനെ വേണമെങ്കിൽ ആ ഒരു റൈറ്റ് വിങ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ട് ആ രീതിയിൽ ഒരു അറ്റാക്കിംഗ് എംഫസിസ് കൊണ്ടുവരാമായിരുന്നു. അതൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് ടു ലൈക്ക് ചേഞ്ചസ് മാത്രം വരുന്നു. അതായത് സെക്കൻഡ് ഹാഫിൽ പിന്നെയും അവർ ഇമ്പ്രൂവ് ആകുന്നത് സെർക്സിയൊക്കെ വന്നതിന് ശേഷമാണ്. സെർക്സി വരുന്നു, അതേപോലെ തന്നെ ഗർണാച്ചോ വരുന്നു. ഗർണാച്ചോ ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടൊരു ഷോട്ട് അടിക്കുന്നത് വിക്കാരിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെർക്സി വന്ന ഉടനെ തന്നെ നല്ല രീതിയിൽ 1 ടച്ച് പാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മസറാവിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്, അതിലുള്ള ബ്രൂണോയുടെ ഹെഡർ അത് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. ആ രീതിയിൽ സെർക്സി വന്നിട്ട് ആ ഒരു സിപ്പ് മാഞ്ചസ്റ്ററിൻ്റെ അറ്റാക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ആ ഒരു അവസരത്തിൽ സ്പേഴ്സ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഡിഫെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവർ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യണം. അതിൽ തന്നെ കുട്ടി റൊമേറയെ കുറിച്ച് സംസാരിക്കണം. നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്താണ് ഒരു സീരിയൽ വിന്നർ ഉണ്ട്, കസമീറോ. അതേപോലെ തന്നെ സ്പേഴ്സിൽ കുട്ടി റൊമേറോ ഉണ്ട്. കുട്ടി റൊമേറോ 5 ഫൈനലുകളായി ഇപ്പോൾ കളിക്കുന്നു. 5ലും ജയിച്ച ചരിത്രം മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. തോറ്റ ചരിത്രം പറയാനില്ല എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലിയുണ്ട്. പ്ലേയേഴ്സിൻ്റെ തലയിലേക്ക് കയറാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവും കാര്യങ്ങളും ആ രീതിയിൽ മഗ്വയറിനെ റാറ്റിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മഗ്വയർ ഒരു ത്രെട്ടാണെന്നുള്ള കൃത്യമായിട്ടും കുട്ടി റൊമേറോക്ക് അറിയാം. കാരണം മഗ്വയർ പിന്നീട് ഒരു സ്ട്രൈക്കറിനെ പോലെ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കർമാരൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ മഗ്വയറിനെ വീണ്ടും സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചിട്ട് ബോക്സിലേക്ക് ക്രോസുകൾ ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഈ മഗ്വയറിനെ ആ രീതിയിൽ എന്താണ് അദ്ദേഹത്തിനൊന്ന് റാറ്റിൽ ചെയ്യണം. കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പണി കിട്ടും. അത് കൃത്യമായിട്ട് ചെയ്യാൻ കുട്ടി റൊമേറോക്ക് സാധിച്ചിട്ടുണ്ട്. എത്ര ബ്ലോക്കുകൾ, എത്ര ഹെഡറുകൾ വിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സൈക്കോളജിക്കൽ ബാറ്റിൽ, ഗെയിം മാനേജ്മെൻറ്റ്, ഇതൊക്കെ സ്പേഴ്സിൻ്റെ അടുത്ത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ കുട്ടി റൊമേറോയുടെയൊക്കെ ഇൻഫ്ലുവൻസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഇതിനു മുമ്പ് ഇതൊക്കെ കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. വേൾഡ് കപ്പ് ജയിച്ചുള്ള മനുഷ്യനാണ്. കോപ്പ അമേരിക്ക കിരീടം ജയിച്ചുള്ള മനുഷ്യനാണ്. അപ്പോൾ കുട്ടി റൊമേറോ ഒരു അസാധ്യ ഡിഫൻഡറാണെന്ന് മാത്രമല്ല ക്ലച്ച് മൊമെൻറ്റിൽ ഈവൻ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ചില ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ആബ്സൊല്യൂട്ട്ലി മാഗ്നിഫിസൻ്റ് ആയിരുന്നു. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബോക്സിൽ അദ്ദേഹം ആ ഒരു മുട്ടിലിഴഞ്ഞുകൊണ്ട് കൊണ്ട് തട്ടിയിട്ട് അത് പിന്നെ എമി മാർട്ടിനസിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിടിക്കാൻ പാകത്തിലേക്ക് ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ബോഡി യൂസ് ചെയ്തിട്ടുള്ള രീതി, അതൊക്കെ ഒരു വിന്നറിനെ കൊണ്ട് സാധിക്കുന്ന സംഭവമാണ്. അപ്പോൾ കുട്ടി റൊമേറോ ഒരു അസാധ്യ പ്ലെയറാണ്. അതോടൊപ്പം തന്നെ ഒരു നാസ്റ്റി ഡിഫൻഡറാണ്. ഒരു ഒപ്പോസിഷൻ പ്ലെയർ സംബന്ധിച്ചിടത്തോളം ഒരു സുഖം ഉണ്ടാവില്ല അദ്ദേഹത്തിനെതിരെ കളിക്കുക എന്ന് പറഞ്ഞാൽ. ആ രീതിയിൽ തലയിൽ കയറുന്ന തരത്തിലൊരു പ്ലെയറാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കണ്ണിൽ കുട്ടി റൊമേറോ ഒരു വേൾഡ് ക്ലാസ് ഡിഫൻഡറാണ്. കാരണം മോഡേൺ ഡിഫൻഡറിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഓൾഡ് ഫാഷൻ ഡിഫൻഡർ എങ്ങനെയാണോ ഡിഫെൻഡ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു ചങ്ങയാണ്. അപ്പോൾ അർജൻറ്റീനയുടെ ഒരു ഗോൾഡൻ ജനറേഷനിൽ മികച്ച രീതിയിലാണ് ചങ്ങ ഡിഫെൻഡ് ചെയ്യുന്നത്. സ്പേഴ്സിന് വേണ്ടിയിട്ട് ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുകയാണ്. മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി മിക്കവാറും സമ്മറിൽ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതാണ് കേൾക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബേഷ് കറക്റ്റ് സ്ഥലമായിരിക്കും, ആൾ പോവേണ്ട കറക്റ്റ് സ്ഥലം. എന്നാലും കുട്ടി റൊമേറോ ഒരു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് ഇഞ്ചുറിയാണ്. ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ. ആ ഒരു ഖസേ വേഴ്സസ് കുട്ടി റൊമേറോ പിന്നെ വിന്നർ ബാറ്റിൽ എന്താണ് കുട്ടി റൊമേറോ വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. കസമീറോ അഗെയിൻ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള ഒരു ദിവസമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം അത്തരത്തിലൊരു വിന്നറാണ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇറാറ്റിക്കായിരുന്നു. ട്രിവേല പാസിനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. വളരെ ഓഫുള്ളായിട്ടുള്ള പാസുകളായിരുന്നു മൊത്തത്തിൽ യുണൈറ്റഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് അവർ എന്താണ് കുറച്ച് ക്രോസുകളൊക്കെ കൊടുത്ത് കുറച്ച് കെയോസ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ തന്നെ പിന്നെ വിക്കാരിയോടെ ഒരു ബ്ലണ്ടർ, ഈ സെറ്റ് പീസുകളിൽ നിന്നാണ് മാനേജ്മെൻറ്റ് കാര്യമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഈവൻ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലൊക്കെ. അപ്പോൾ ഞാൻ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്കാരിയുടെ ബോൾ ഹാൻഡ്ലിംഗ് പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അത് ആൾ സേവുകൾ നടത്തിയിട്ട് നല്ല ഷോർട്ട് സ്റ്റോപ്പറാണ്. പക്ഷേ ബോൾ ഹാൻഡ്ലിംഗ്, പ്രത്യേകിച്ച് സെറ്റ് പീസിൽ നിന്ന് ബോൾ ഹാൻഡ്ലിംഗ് പ്രശ്നമാണ്. ആ രീതിയിൽ സെക്കൻഡ് ഹാഫിൽ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ബിസൂമ യെല്ലോ കാർഡ് വാങ്ങുന്നു, ഫ്രീ കിക്ക് കിട്ടുന്നു. ആ ക്വിക്ക് ഫ്രീ കിക്ക് തടഞ്ഞതിനാണ് അദ്ദേഹത്തിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ
ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ വികാരിയോ അത് തട്ടി മാറ്റാൻ വരികയാണ്. പക്ഷേ അദ്ദേഹം കംപ്ലീറ്റ്ലി അത് മിസ് ചെയ്യുന്നു. അദ്ദേഹത്തിന് മുഖത്ത് തട്ടിയിട്ട് അത് ആ ഡേഞ്ചറസ് സോണിൽ വന്നു വീഴാണ്. വികാരിയോ നോ മാൻസ് ലാൻഡിലാണ്. ഹോലുണ്ടിന് ഹെഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആകാനുള്ള അവസരമാണ് അതിന് മുമ്പിൽ വന്നിരുന്നിട്ടായിരുന്നത്. അദ്ദേഹം അത് ഹെഡ് ചെയ്യുന്നു, പക്ഷേ അത്ര പവർഫുൾ ഹെഡറല്ല. അവിടെ വാൻഡവൻ്റെ ഗോൾഡൻ ക്ലിയറൻസ് അതൊരിക്കലും ഒരു സ്പേഴ്സ് ആരാധകനും മറക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാട്ട് എ ക്ലിയറൻസ്, ആക്രമാറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ക്ലിയറൻസ് വാസ് ടോപ്പ് ക്ലാസ്. എന്നതിന് ശേഷം ആ ബോള് ബോക്സിൽ തന്നെയാണുള്ളത്. അവിടെ ലെനിയോറോയുടെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, അത് ബ്ലോക്ക് ചെയ്യുന്നത് ആരാ? കുട്ടി റൊമേറോയാണ്. അപ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൊരു ഫാന്റാസ്റ്റിക് ബ്ലോക്കായിരുന്നു. ലെനിയോറൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ലെനിയോറോയുടെയൊക്കെ ആ ബോൾ ക്യാരിങ് എബിലിറ്റിയുടെ ഗ്ലിംസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒടുക്കത്തെ ടാലൻ്റുള്ള ഒരു ഡിഫൻഡറാണ്, ഫാന്റാസ്റ്റിക് പ്ലെയറാണ്. അത് യുണൈറ്റഡ് സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവാണ്. അമാദിയാൽ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് മുതൽ. അദ്ദേഹത്തിൻ്റെ കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ടുള്ള വരവുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഉഡോഗിയൊക്കെ ഡിഫെൻസീവ്ലി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവരുടെ ബ്ലോക്കുകൾ, ഡിഫെൻസീവ് ബ്ലോക്കുകൾ വാസ് ഫാന്റാസ്റ്റിക്. ബിസുമയുടെ മിഡ്ഫീൽഡിലെ ഇൻ്റർസെപ്ഷൻ വാസ് ഗ്രേറ്റ്. അപ്പോൾ ഇതാണ് റോജർ ബെൻറ്റക്കർ ഒരു സൈലൻ്റ്ലി നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂട്ടായ പ്രശ്നമാണ്. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഇഞ്ചുറി ടൈമിൽ 7 മിനിറ്റ് അങ്ങനെയല്ല ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 7ാമത്തെ മിനിറ്റിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഡാലോൻ്റെ കപ്പിൾ ഓഫ് ക്രോസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ക്രോസ് ലൂക്ക് ഷോൺ ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്ക് ഷോയുടെ ഹെഡർ അവിടെ വികാരിയോ സേവ് ചെയ്യാണ്. സ്പേഴ്സ് ഫാൻ വിചാരിച്ചിട്ടുണ്ടാവും പണ്ടടങ്ങാനായിട്ട് അത് ഗോളാവുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഗോളാകുന്നില്ല. വികാരിയോ അവിടെ സേവ് പുൾ ഓഫ് ചെയ്യുന്നു. വികാരിയോ 5 സേവുകൾ മത്സരത്തിൽ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഷോട്ട് സ്റ്റോപ്പിംഗ് ഗ്രേറ്റ് ആണ്. പക്ഷേ അതിൻ്റെ ബോൾ ഹാൻഡ്ലിംഗ് ഒരു പ്രശ്നമാണ്. പക്ഷേ എന്താണ്, ഇതൊന്നും വിഷയമല്ല. ജയിച്ചിരിക്കുകയാണ്. ജയിച്ചപ്പോൾ സോണിനെ കാണണം. അതായത് 2025 വർഷം സുന്ദരമായിട്ടുള്ള വർഷമാണ് നമ്മൾ സംസാരിച്ചു. അതായത് ബൊലോണിയുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ച വർഷമാണ്. ന്യൂക്കാസിൽ യുണൈറ്റഡിൻ്റെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചുള്ള വർഷമാണ്. ക്രിസ്റ്റൽ പാലസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം പിറന്നിട്ടുള്ള വർഷമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഹാരി കെയ്ൻ ട്രോഫി അടിച്ചിട്ടുണ്ട്. ഹാരി കെയ്ൻ തൻ്റെ കരിയറിൽ ആദ്യത്തെ ട്രോഫി അടിക്കുന്നത് സ്പേഴ്സിൽ നിന്നും പോയതിനു ശേഷമാണ്. ബയേൺ മ്യൂണിക്കിൻ്റെ കുപ്പായത്തിലാണ്. പക്ഷേ ഹാരി കെയ്ൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരുത്തനുണ്ടായിരുന്നു, അതിൻ്റെ കമ്പാനിയൻ സോൺ, കൊറിയക്കാരൻ. ആൾ പക്ഷേ ട്രോഫി അടിക്കാനായിട്ട് സ്പേഴ്സ് വിട്ടുപോയില്ല, സ്പേഴ്സിൽ തന്നെ തുടരുന്നു. അങ്ങനെ ഹാരി കെയ്നേക്കാൾ ബിഗർ ലെജൻഡായിട്ട് മാറിയിരിക്കുകയാണ് സോൺ. കാരണം ആൾ ട്രോഫി അടിക്കാനായിട്ട് സ്പേഴ്സിൽ നിന്നും ഇറങ്ങിപ്പോയില്ല. അദ്ദേഹത്തിനും ആഗ്രഹം ഉണ്ടാവും ട്രോഫി അടിക്കാൻ, പക്ഷേ സ്പേഴ്സിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് ആ ട്രോഫി സ്വന്തമാക്കിയിരിക്കുകയാണ്, ആ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതല്ലേ ഹീറോയിസം. കെയ്ൻ അത് നേടാനായിട്ട് പുറത്തു പോകേണ്ടി വന്നു. കെയ്ൻ കപ്പടിച്ച അതേ വർഷം തൻ്റെ ഫോമർ ക്ലബ്ബ്, കെയ്ൻ കപ്പടിക്കാനായിട്ട് ഇറങ്ങിപ്പോയ തൻ്റെ അതേ ക്ലബ്ബ്, തൻ്റെ ഫോമർ ക്ലബ്ബും കപ്പടിച്ചിരിക്കുകയാണ്. എന്താ അത്, ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള കഥകൾ പിറക്കാറുണ്ട്. ഭയങ്കര രസമുള്ളൊരു കഥയാണിതും. അങ്ങനെ സോൺ കപ്പടിച്ചിരിക്കുന്നു. സോണിന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം മുട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു മൊമെൻ്റ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം അത് അങ്ങോട്ട് ഗ്രാസ്പ് ചെയ്തെന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിൽ ഒരുപാട് സ്പേഴ്സിൻ്റെ ആരാധകർ. ഇനിയിപ്പോൾ ആ ഒരു പരേഡ് അതൊരു വല്ലാത്തൊരു പരേഡായിരിക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ആൻജയുടെ സെക്കൻഡ് ഹാഫിലെ ടാക്ടിക്സ് വാസ് ബ്രില്യൻറ്റ്. അതായത് ഒബ്വിയസ്ലി ഡിഫെൻഡ് ചെയ്യായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ മാഞ്ചസ്റ്ററിൻ്റെ ഏരിയൽ ത്രട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഡാൻസ് എന്ന് പറയുന്ന മറ്റൊരു ഡിഫൻഡർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, വിങ്ങറിനെ മാറ്റിയിട്ട്. അങ്ങനെ 5 at the ബാക്കിലേക്ക് നീങ്ങുന്നു, ആ ഒരു ഏരിയൽ ത്രട്ടിനെ നെഗേറ്റ് ചെയ്യാനായിട്ട്. കാരണം ക്രോസുകൾ വരുന്നുണ്ട്, അത് കണ്ടിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അതാണ് ഇൻ ഗെയിം മാനേജ്മെൻറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അവരുടെ മൊത്തത്തിലുള്ള ഗെയിം മാനേജ്മെൻറ്റ് വാസ് ഗ്രേറ്റ്. ഫാന്റാസ്റ്റിക് ആയിട്ടാണ് സ്പേഴ്സ് ഗെയിം മാനേജ് ചെയ്തിട്ടുള്ളത്. എല്ലാ കോൺസെൻട്രേഷനും ഈ ഒരു ഫൈനലിന് വേണ്ടി വെച്ചിട്ട് ഈ പെർഫോമൻസാണ് അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ടാക്ടിക്സും ചോദ്യം ചെയ്യേണ്ട സംഭവം തന്നെയാണ്, ഡിസിഷൻ മേക്കിംഗ് ചോദ്യം ചെയ്യേണ്ട സംഭവമാണ്. ആൻജെ നല്ല രീതിയിൽ ഗെയിം മാനേജ് ചെയ്തു. അമോരിം അത്ര നല്ല രീതിയിൽ ഗെയിം മാനേജ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സബ്ബുകളൊക്കെ ലൈക്ക് ഫോർ ലൈക്ക് ചേഞ്ചുകളായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്. കുറച്ചുകൂടെ പ്ലാൻ ബി അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു. ആൻജെ പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. അമോരിമിന് പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല. പ്ലാൻ എയിൽ തന്നെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചാണ്, പക്ഷേ ഒന്നും വർക്കൗട്ടായില്ല. യുണൈറ്റഡ് സംബന്ധിച്ചോളം ഇതൊരു ഡിസാസ്ട്രസ് ക്യാമ്പയിനാണ്. യുണൈറ്റഡിനെ കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അമോരിം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എൻ്റെ ടാക്ടിക്സിൽ വിശ്വാസമുണ്ട്, പക്ഷേ യുണൈറ്റഡ് ബോർഡിനും യുണൈറ്റഡ് ഫാൻസിനും ഞാനല്ല ശരിയായിട്ടുള്ള ഒരാൾ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കോമ്പൻസേഷനെ കുറിച്ച് ചർച്ച പോലും ചെയ്യാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് സമയം കൊടുക്കും. പക്ഷേ അടുത്ത സീസണിൽ മാർജിൻ ഫോർ എറർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന് സൈനിങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം മിഡ് സീസണിലാണ് അദ്ദേഹം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
ഒബ്വിയസ്ലി ഡെലിവറി ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഗെയിം മുതൽ അദ്ദേഹം അണ്ടർ പ്രഷറിലായിരിക്കും. അതേപോലെ ആ ഡോർഗും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോർഗോനെയും ആ ഒരു ശ്രമിച്ചവരുടെ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും യുണൈറ്റഡിൻ്റെ ആ ഒരു സ്ക്വാഡിൽ. പക്ഷേ ഓവറോൾ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് വാസ് വളരെ മോശം, സത്യം പറയാലോ. സ്പേഴ്സിൻ്റെ പ്ലെയേഴ്സ് തന്നെ ആൻജയുടെ ആ ഒരു വാചകം വെച്ചിട്ടുള്ള ഒരു ബാനറും കൊണ്ട് പൊക്കി നടക്കുന്നത് കാണുമ്പോൾ തന്നെ ചെങ്ങായിക്ക് ആ ഒരു ഡ്രസ്സിങ് റൂമൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് ഇതിലും വലിയ തെളിവെന്താണ് വേണ്ടത്, അല്ലേ? ഭയങ്കര സംഭവം തന്നെ. എന്തൊക്കെ ചെയ്താലും കപ്പടിക്കില്ല എന്നുള്ള ആ ഒരു പേര് ദോഷത്തിന് വിരാമം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആൻജി പറയുകയാണ് ഇതൊരു തുടക്കമാണ്, ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു വലിയ ഭാരം തോളുന്നവരെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു വരൾച്ച ഉണ്ടല്ലോ, ട്രോഫി വരൾച്ച, അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇത് ക്ലബിന് കൊടുക്കുന്ന കോൺഫിഡൻസ്, മൊത്തത്തിലുള്ള മൊറാൽ ഏത് രീതിയിലാണ് ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയേണ്ട സംഭവമാണ്. അതിന് ആൻജിയെ തന്നെ അവിടെ പിടിച്ച് നിർത്തുമോ ഉള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. ഒരു ട്രോഫി അടിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. എത്ര നാളത്തെ കാത്തിരിപ്പാണ്. ഒബ്വിയസ്ലി എല്ലാ ഫാനുമായിട്ടും അത്ര നല്ല ബന്ധം ആൻജിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാ ഫാൻസിനും ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഇത് അവിടെയുള്ള പലരുടെയും, പ്രത്യേകിച്ച് ബിൽബാവിൽ കൂടിച്ചേർന്ന ഒരുപാട് ആളുകളുടെയും ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന പലരുടെയും ഒരുപാട് നാളത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു യൂറോപ്യൻ കിരീടമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ലീഗിൽ ദുരന്തമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ചൊരു സീസണായിട്ട് മാറിയിരിക്കുകയാണ്. എന്താല്ലേ, അതൊരു ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. ലീഗിൽ ദുരന്തമായിരുന്നു, പക്ഷേ ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കുന്നു, ചാമ്പ്യൻസ് ലീഗിലേക്ക് കയറുന്നു. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സീസണായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ സീസൺ സേവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇമോഷണലായി കേട്ടപ്പോൾ. അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ അച്ഛൻ തൻ്റെ കൂടെ തന്നെ ഉണ്ട്, അച്ഛൻ്റെ വോയിസ് എപ്പോഴും കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രായസ്ഥിതിക്ക് ഇപ്പോൾ 59 വയസ്സായി. ഞാൻ കണ്ണാടി പോയി നോക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എൻ്റെ അച്ഛനെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇത്തിരി ഇമോഷണലായി സത്യം പറഞ്ഞത് കേട്ടപ്പോൾ. എന്തായാലും അച്ഛനാണല്ലോ പുള്ളിക്കാരനെ ഈ കാൽപ്പന്തുകളിലേക്ക് നയിച്ചത്. തൻ്റെ അച്ഛൻ എവിടേക്കോ വരുന്നത് കാണുന്നുണ്ടാവുന്നുള്ളതായിരിക്കും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവുക. എനിക്ക് ആൻജയുടെ ടീമിൻ്റെ വിജയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റേ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.